ഇത് ഇനിയും വിട്ടില്ലേ? എന്ത്? നീ എന്റെ കൂടെ വന്നത് തെറ്റായി പോയെന്നുള്ള കുറ്റബോധമല്ലേ ഇപ്പൊ നിന്റെ മനസ്സിലാവും? ഞാനല്ല, വിശാൽ സാറാ തെറ്റ് ചെയ്യുന്നത്. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വീട്ടിൽ ഇരിക്കുമ്പോ എന്റെ കൂടെ വന്നത് തെറ്റ് തന്നെയാ. നീ എന്റെ ആരാ? പറ, എന്റെ ആരാ നീ? എനിക്കറിയില്ല. ശരിക്കും നിനക്കറിയില്ലേ നീ എന്റെ ആരാണെന്ന്? അങ്ങനെ ചോദിച്ചാ കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾ എന്റെ ഭർത്താവാണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെ പറയാനുള്ള അവകാശമുണ്ടോ എനിക്ക്? നീ കരയാണോ? നീ ചിരിക്കാൻ ശ്രമിച്ചിട്ടും ഉള്ളിൽ കിടക്കുന്ന സങ്കടം നിന്റെ മുഖത്ത് തെളിഞ്ഞു വരുന്നുണ്ട്. ഒരു ചോദ്യമേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ. എന്നെ നഷ്ടപ്പെടുന്നത് അത്രയ്ക്ക് സങ്കടകരമാണെങ്കിലേ എന്നോടെന്തിനാ വേറൊരു വിവാഹം കഴിക്കാൻ പറഞ്ഞത്? വിശാൽ സാറിന് എന്നെ മനസ്സിലാവുന്നേ ഇല്ലല്ലോ. വിശാൽ സാറിനെ നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെയോ വേറൊരു കല്യാണം കഴിക്കാൻ ഞാൻ നിർബന്ധിക്കുന്നത്. എന്നുവെച്ചാ എനിക്ക് മനസ്സിലായില്ല. അത്ര മനസ്സിലാക്കിയാ മതി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിനക്കിപ്പോഴും എന്നോട് സ്നേഹമുണ്ട്. ഇപ്പോഴല്ല, അന്നും ഇപ്പോഴും. ഞാൻ മരിച്ചാലും ആ സ്നേഹം എന്റെ മനസ്സിലുണ്ടാവും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വിഷമിക്കാതിരിക്കാൻ വേണ്ടി എന്നെ കല്യാണം കഴിച്ച് ഇപ്പോഴും എന്റെ ഭാര്യയായി നീ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. നിന്നെ പോലൊരു ബുദ്ധൂസിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കളിയാക്കൊന്നും വേണ്ട. എടി മണ്ടൂസ്, ഞാൻ പറഞ്ഞിട്ടാ പ്രതാപൻ പണിക്കരെ കൊണ്ടുവന്നത്. വിവരമില്ലാത്ത ആളാണെന്ന് പ്രതാപൻ അറിഞ്ഞോ? ജാസ്മിന് വിവാഹം കഴിക്കാമെന്ന് വിശാൽ എനിക്ക് വാക്ക് തന്നതാ. ഗോപിയേട്ടനും കേട്ടതല്ലേ? ആ ഉറപ്പിന്റെ മേൽ ഞാൻ ജാസ്മിന്റെ പപ്പയ്ക്കും വാക്ക് കൊടുത്തു. ഇനി അത് നടന്നില്ലെങ്കിൽ ആ മാനക്കേടുമായിട്ട് ഞാൻ ജീവിച്ചിരിക്കില്ല ഗോപിയേട്ട. ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയാ ഗോപിയേട്ടൻ പെരുമാറുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഗോപിയേട്ടൻ തന്നെ മുൻകൈയെടുത്ത് ഈ വിവാഹം നടത്തണം. അതിനു പകരം ഈ വിവാഹം തടയാനാണ് നോക്കുന്നതെങ്കിൽ പ്രഭാവതിക്ക് ഒറ്റയൊരു വാക്കേ ഉള്ളൂ: എന്നെ ഈ ഉമ്മറത്ത് പുതപ്പിച്ച് കിടത്തേണ്ടി വരും. ഞാൻ തടയുന്നില്ല. മുൻകൈയെടുത്ത് നടത്താനേ എന്റെ മനസ്സ് അനുവദിക്കുന്നുമില്ല. നീയേ നിന്റെ തീരുമാനവുമായി മുന്നോട്ട് പോയിക്കോ. അതെ, വീട്ടിൽ നിന്നിറങ്ങിയ പാർവതിയല്ല നീ ഇപ്പോ. ആ സമയത്തെ നിന്റെ മുഖം കുടുക്ക പോലെ ഉണ്ടായിരുന്നു. കുടുക്ക പോലെയോ? ഇങ്ങനെ. ഇപ്പോഴോ? ഇപ്പോ തക്കാളി പോലെ. തക്കാളി പോലെയോ? ഞാൻ തമാശ പറഞ്ഞല്ല, ചിരിക്കുമ്പോഴേ നിന്റെ മുഖം ഇങ്ങനെ ചുമക്കും. സംശയം ഉണ്ടെങ്കിലേ നീ കണ്ണാടി നോക്കിക്കേ. ഇനി പറ, ഇപ്പൊ നിന്റെ മനസ്സിലെന്താ? പറയട്ടെ. പറ. ഈ യാത്ര അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന്. ഈ യാത്ര അവസാനിക്കാൻ പാടില്ല. ഈ വണ്ടിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. എവിടം വരെ? അങ്ങ് 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 ദൂരെ വരെ.
ഈ ഭൂമിയുടെ അറ്റം വരെ. ഈ ഭൂമിയുടെ അറ്റത്തെത്താനേ കുറെ വർഷം എടുക്കും. എടുത്തോട്ടെ. അവിടെ എത്തുമ്പോഴേക്ക് നമ്മളെ കിളവനും കിളവിയാവും. ആയിക്കോട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാ. എന്ത്? കിളവനും കിളവിയായിട്ട് നമ്മൾ മരിക്കുന്നത് വരെ ഇങ്ങനെ ഒരുമിച്ചിരിക്കണമെന്ന്. നീ അതൊക്കെ വിട്ടെ. വെറുതെ ഈ യാത്രയുടെ രസം കളയാൻ നിൽക്കണ്ട. വിട്ടു. എനിക്ക് 100 രൂപയുടെ 200 രൂപയുടെ വസ്ത്രങ്ങൾ, മറ്റുള്ളവരിട്ട് നടക്കുന്നത് 1000-ന്റെ 10,000-ന്റെ സാരികൾ. എനിക്ക് വേണ്ട ഇതൊന്നും. ഇതെല്ലാം ഞാൻ കത്തിച്ചളയാൻ പോവാ. കാശുള്ളവർ 1000-ന്റെയും 10,000-ന്റെയും ഒക്കെ ഇടും. അതൊന്നും കണ്ട് നീ തുള്ളണ്ട. നിനക്ക് അച്ഛനില്ല. ജീവിച്ചിരിക്കുന്ന അമ്മയുടെ കയ്യില് കോടികളൊന്നുമില്ല. മറ്റുള്ളവരുടെ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഈ അമ്മയുടെ വയറ്റിൽ ഒരാളും കൂടെ ജനിച്ചിട്ടില്ലേ, അവളുടെ കാര്യം ഞാൻ പറഞ്ഞത്. പാറൂട്ടിയുടെ കാര്യമാണോ? അപ്പൊ നീ അവിടെ ആയിരുന്നോ? അതെ, ഞാൻ തിരിച്ചു പോകുമ്പോ എന്റെ കാറിൽ ഞാൻ അറിയാതെ കയറിക്കൂടി. ഇവളെ കാണാതെ അമ്മയും മുത്തച്ഛനും പേടിക്കില്ലെന്ന് ഞാൻ ഇവളോട് ചോദിച്ചതാ. ഇവൾക്ക് ഒരു കൂസലുമില്ല. മഹാറാണിമാരെ അമ്മയും മുത്തശ്ശനും ചിത്രത്തിലല്ലേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണണമെങ്കിൽ അവളെ പോയി കണ്ടാ മതി. എനിക്കും അവളെ പോലെ ആവണം. എനിക്ക് ജീവിക്കണം മഹാറാണിയെ പോലെ. മഹാറാണി? പാർവതിയുടെ ശരിയായ അവസ്ഥ ഇവൾ അറിഞ്ഞിരുന്നെങ്കിൽ പാർവതിയെ പോലെ ജീവിക്കാനുള്ള ഇവളുടെ മോഹം ആ നിമിഷം അടങ്ങിയേനെ. ഞാൻ പറയുന്നത് അമ്മ കേൾക്കുന്നില്ലേ? മുത്തശ്ശൻ കേൾക്കുന്നില്ലേ? എനിക്ക് എന്റെ ചേച്ചിയെ പോലെ ആകണമെന്ന്. ഉദയന്നൂർ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അവൾക്ക് ഒരു പണക്കാരനെ ഭർത്താവായി ലഭിച്ചു. നിനക്ക് നിശ്ചയിച്ചത് നിനക്ക് ലഭിക്കും. പറ്റില്ല. വലിയ കാശുകാരനെ തന്നെ എനിക്ക് വേണം. നിനക്കൊരു കാശുകാരനെ തപ്പി ഞങ്ങൾ എവിടെ പോവാനാ? വേറെ എവിടെയും പോകേണ്ട കാര്യമില്ലല്ലോ. കാശുകാരനല്ലേ ഈ ഇരിക്കുന്നത്. നീ എന്തൊക്കെയോ മോളെ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് വെറുതെ ഒന്നും അല്ല. എനിക്ക് ഈ ചെറുക്കന് മതി. ദേ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് പല്ലവി. മോനെ, ഇതൊന്നും കാര്യാക്കണ്ട കേട്ടോ. ഇളയതായതുകൊണ്ട് കുറച്ച് ഓമനിച്ച വളർത്തിയത്. അതിന്റെ കുഴപ്പാ. മോന് പ്രയാസായെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല മുത്തച്ഛ. ഞാനിതൊക്കെ ഒരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. എന്തിനാ തമാശയായിട്ട് എടുക്കുന്നത്? കാര്യമായിട്ട് എടുത്തൂടെ? ഞാൻ സുന്ദരിയല്ലേ? പാർവതിയുടെ ഡ്രസ്സും ആഭരണമൊക്കെ കണ്ടതിന്റെ അസൂയ ഇവൾക്ക്. സാരമില്ല, മാറിക്കോളും. എന്നാ ഞാൻ ഇറങ്ങണേ. നല്ല അടി കിട്ടാത്ത എന്റെ സൂക്കടാ നിനക്ക്. ഞാൻ സത്യ പറഞ്ഞത്. എനിക്ക് അയാളെ വേണം. അച്ഛാ, എന്താ അച്ഛാ ഇവളീ പറയുന്നത്? ഇപ്പോഴും നിനക്ക് വിശ്വാസം ആയില്ലെങ്കിൽ ഈ മുറിയിലെ ഗന്ധം നീ നിന്റെ മൂക്കിലേക്ക് എടുക്ക. പൂക്കളുടെ മണമുണ്ടോ? ഉണ്ട്. ഈ മണമാണ് എന്റെ ജീവൻ എടുത്തത്. ഈ മണത്തിൽ നിന്ന് നീ ഓടി ഒളിക്കണം. ഇല്ലെങ്കിൽ എന്റെ ഗതി നിനക്കും വരും. ശ്വാസം മുട്ടുന്നു. ഈ മണം മൂക്കിലേക്ക് തുളച്ചു കയറുന്നു. ഇവളിത് എവിടെ പോയി?
പാർവതി, ജയ, അവിടെ നീ മണത്തില്ലേ? ആ ഗന്ധം ഇപ്പോഴും നിന്റെ ഓർമ്മയിലുണ്ടോ? ഉണ്ടോന്നോ? മറക്കാൻ കഴിയില്ല. ഇത്രയും രൂക്ഷമായൊരു മണം ഞാൻ ഇതിനു മുമ്പ് മണത്തിട്ടേയില്ല. എന്റെ ബോധം വരെ പോയില്ലേ. എന്റെ തലയ്ക്ക് ഇപ്പോഴും ആ പെരുപ്പുണ്ട്. അത് പൂവിന്റെ മണം തന്നെയാണോ ജയ? അത് നീ കണ്ടുപിടിക്കണം. എനിക്ക് ഒന്ന് മാത്രമേ അറിയൂ. ആ ഗന്ധമാണ് എന്റെ ജീവൻ എടുത്തത്. അത് മരണത്തിന്റെ ഗന്ധമാണോ അതോ പുഷ്പത്തിന്റെ ഗന്ധമാണോ എന്ന് പാർവതി കണ്ടുപിടിക്കണം. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ? നിന്റെ ചേട്ടൻ പോലീസല്ലേ? പോലീസിനല്ലേ അതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയൂ. നീ നിന്റെ ചേട്ടനോട് പറ. ചേട്ടൻ എന്നെ കാണാൻ കഴിയില്ലല്ലോ. ഞാൻ പറയുന്നതൊന്നും കേൾക്കാനും കഴിയില്ല. അതുകൊണ്ടാ ഞാൻ എപ്പോഴും നിന്നെ തേടി വരുന്നത്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ എന്തിനാ എനിക്ക് അയക്കുന്നത്? ഹലോ ഹലോ, ഞാൻ തന്നെയാ. ഞാൻ കൊറേ ഫോട്ടോസ് അയച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഭംഗിയില്ലേ? എന്റെ കൂട്ടുകാരിയുടെ ഫോണിൽ ഞാൻ എടുത്തതാ. എന്താ അതിന് പറയാ? എടി, എന്താ അതിന് പറയാ? സെൽഫി. സെൽഫി. എന്റെ കൂട്ടുകാരിയുടെ ഫോണിൽ നിന്നാ ഞാൻ സംസാരിക്കുന്നത്. ഒരു ഫോൺ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് മുത്തശ്ശൻ കേൾക്കണ്ടേ? അമ്മയും കണക്കാം. പല്ലവി എന്ത് പറഞ്ഞാലും ഒരു വിലയുമില്ല. ഹലോ, ഫോൺ ഒരാൾക്ക് മാത്രം ബെല്ലും ബ്രേക്കും ഇല്ലാതെ പറയാനുള്ള സാധനമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സാധനം ഈ ഫോൺ. അയ്യോ, വിപിൻ സാറിനെ ഞാൻ സംസാരിക്കാൻ സമ്മതിച്ചില്ലല്ലേ? ഫോണിൽ വിപിൻ സാറിന്റെ ഒച്ച കേട്ടതിന്റെ സന്തോഷം കൊണ്ടാ. ഇനി വിപിൻ സാർ പറയേ, സുഖാണോ സാറിന്? എന്റെ വിശേഷമൊക്കെ ഞാൻ പിന്നെ പറയാം. നിനക്കെങ്ങനെയാ എന്റെ മൊബൈൽ നമ്പർ കിട്ടിയത്? എങ്ങനെയായിരിക്കും? വിപിൻ സാർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെന്താ? എന്റെ വിസിറ്റിംഗ് കാർഡാ. എന്നുവെച്ചാ? എന്റെ ഓഫീസ് അഡ്രസ്സും മൊബൈൽ നമ്പറൊക്കെ ഉള്ള കാർഡ്. ഓ, ഇതിൽ വിപിൻ സാറിന്റെ മൊബൈൽ നമ്പർ ഉണ്ട്. നീ കള്ളിയാണല്ലേ? ആ കാർഡ് മാത്രമല്ല ഞാൻ കട്ടുള്ളൂ. വിപിൻ സാറിന്റെ ഫോൺ നമ്പർ കിട്ടാൻ വേണ്ടിയല്ലേ? നിനക്കെന്തിനാ എന്റെ ഫോൺ നമ്പർ? വിപിൻ സാറിനോട് സംസാരിക്കാൻ. എന്തിനാ എന്നോട് സംസാരിക്കുന്നത്? വിപിൻ സാറിന്റെ ശബ്ദം കേൾക്കാൻ. അതെന്തിനാ എന്റെ ശബ്ദം കേൾക്കുന്നത്? എനിക്ക് ആ ശബ്ദം ഇഷ്ടമായതുകൊണ്ട്. മതി, എന്റെ കാശ പോലെ. ഇനി ആ ശബ്ദം കേൾക്കണമെങ്കിലേ എനിക്ക് റീചാർജ് ചെയ്തതാ. ഇവള് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പിന്നെ വിളിക്കാവേ. ദുഷ്ടത്തിയാ നീ. കാമുകനോട് സംസാരിക്കണമെങ്കിലേ സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങും, അല്ലെങ്കിൽ ഇതിൽ റീചാർജ് ചെയ്തിട്ടാ. ആ കാശ് തീർന്നതുവരെ നീ സംസാരിച്ചോ. എന്റെ കാശിന് അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട. ഞാൻ വലിയ കാശുകാരിയാ ഓടി. എനിക്ക് സ്വന്തമായിട്ട് 10 ഫോൺ വാങ്ങിക്കും. നിനക്ക് തൊടാൻ പോലും തരില്ല. ഓ, പക്ഷേ മണ്ഡപത്തിൽ നിന്ന് അയാള് വീട്ടിലെത്തില്ല. വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഈ ജാസ്മിൻ വിധവയാകും. ജയെ നമ്മള് ദിവസങ്ങളെടുത്തല്ലേ കൊന്നത്. പക്ഷേ വിശാലിന്റെ കാര്യത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ചിലപ്പോ പണി കിട്ടും. അതുകൊണ്ട് അയാൾക്ക് കൊടുക്കുന്ന ബൊക്കയില് വലിയ തോതില് ഞാൻ വിഷം സ്പ്രേ ചെയ്യും. അത് മണക്കുന്നതോടെ
ലഹരി മരുന്ന് ഉപയോഗിച്ച പോലെ അയാൾ അർത്ഥമയക്കത്തിലാവും. പതിയെ പതിയെ ഞരമ്പുകൾ ഓരോന്നോരോന്നായി തളർന്ന് 2 ദിവസം കൊണ്ട് ഫുൾ സ്റ്റോപ്പ്. ഇപ്പഴാ എനിക്കൊന്ന് സമാധാനമായത്. നല്ല മണങ്ങളുള്ള പൂക്കളും ഉണ്ടാവും, ചീത്ത മണങ്ങളുള്ള പൂക്കളും ഉണ്ടാവും. എന്നുവെച്ച് ചീത്ത മണങ്ങളുള്ള പൂക്കളെല്ലാം കുഴപ്പമാണെന്ന് പറയാൻ പറ്റുമോ പാറു? ഇത് പൂവിന്റെ മണം തന്നെയാണോ മണിക്കുട്ട? ആ കാര്യത്തിൽ എനിക്ക് എന്തോ നല്ല സംശയമുണ്ട്. മണിക്കുട്ടൻ പറയുന്ന പോലെ ചീത്ത മണമുള്ള പൂക്കൾ ഉണ്ടാവും, പക്ഷെ ഇത്രയും രൂക്ഷമായ മണമുള്ള പൂക്കൾ ഉണ്ടാവുമോ? ഇതിലെന്തോ തട്ടിപ്പുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. തട്ടിപ്പോ? എന്ത് തട്ടിപ്പ്? അതൊന്നും എനിക്കറിയില്ല മണിക്കുട്ട. ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞെന്ന് മാത്രം. നിനക്ക് സംശയം ഉണ്ടെങ്കിലേ ഈ പൂക്കളൊന്നും ഇവിടെ വെക്കണ്ട, എടുത്തുകൊണ്ടുപോയി പുറത്ത് കളഞ്ഞേക്ക്. അല്ല, അതെന്തിനാ എടുക്കുന്നേ? ഇതൊന്നും ഇവിടെ വെക്കണ്ട, കൊണ്ടുപോയി കളഞ്ഞേക്കാം. എന്തിനാ? ഇതൊക്കെ നല്ല ബൊക്കകളല്ലേ. പിന്നെ പൂക്കൾ എനിക്കിഷ്ടമാണ്. അത് മനസ്സിലാക്കിയിട്ടാവും എന്നും കാലത്തെ ജാസ്മിൻ ഈ ബൊക്കകളൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഇതൊക്കെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. പൂക്കളൊക്കെ എനിക്കും ഇഷ്ടം, പക്ഷെ ഇതൊന്നും ഇവിടെ വേണ്ട. ഇതൊക്കെ ഇവിടെ ഇരുന്നാലേ കുഴപ്പം. വിശാൽ സർ, എന്താ? ഇതിനൊന്നും മണം അത്ര നല്ലതല്ല. മരണത്തിന്റെ ഗന്ധോ ഇതിനൊക്കെ. മരണത്തിന്റെ ഗന്ധം? നിനക്കാരാ ഈ മണ്ടത്തരമൊക്കെ പറഞ്ഞിരുന്നേ? മണ്ടത്തരമൊന്നും അല്ല, അനുഭവം ഉണ്ടായ ഒരാള് പറഞ്ഞതാ. അനുഭവം ഉണ്ടായ ആളോ? എഴുന്നേപ്പിക്കുന്നേ. വാ, രണ്ടിനും കുട്ടിക്കളി മാറിയില്ലല്ലേ ഇതുവരെ? ഹാ, നടക്കട്ടെ നടക്കട്ടെ. അയ്യേ, നാണക്കേടായല്ലോ. വിശാൽ സാറേ, ഇനി എന്നോട് വഴക്കിന് വന്നോണ്ടല്ലോ, എന്നെ കൊന്നാലും ഈ പൂക്കളൊന്നും ഈ മുറിയിൽ ഞാൻ വയ്ക്കാൻ സമ്മതിക്കില്ല. ജയയുടെ മുറിയിലുണ്ടായിരുന്ന മണം തന്നെയാ ഈ പൂക്കൾക്ക്. എന്നുവെച്ച് ഈ പൂക്കളൊക്കെ കുഴപ്പമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് തെളിയിക്കണം. അതിനിപ്പോ എന്താ ഒരു വഴി? ബൊക്കയില് സ്പ്രേ ചെയ്തിരിക്കുന്ന വിഷം പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിൽ വിശാലിന്റെ കണ്ണിൽ നോക്കിയാൽ അറിയാം. വെറുതെ അവനെ കാണാനെന്നോണം ആ റൂമിലോട്ട് ചെല്ലണം. ഈ പൂക്കള് കുഴപ്പമാണെങ്കിൽ ഇത് കണ്ട ഇതിവിടെ കൊണ്ടുവച്ച് ജാസ്മിൻ തന്നെ പേടിക്കും. ഇതിലെ സത്യം അറിയാൻ ഈ പൂക്കൾ അവളുടെ മുമ്പിൽ തന്നെ കൊണ്ടുപോകണം. ജാസ്മിൻ നിൽക്കലും. ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? ആ മുറി മൊത്തത്തിൽ വൃത്തിയാക്കാൻ വിശാൽ സാർ പറഞ്ഞു. മാറാല വീണ് ഇത് വൃത്തിയേടാവണ്ടെന്ന് കരുതി ഞാനിത് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു. ഇതേ നീ വിശാൽ സാറിന് കൊടുത്ത പ്രേമ സമ്മാനങ്ങളല്ലേ? അതെ, അതിവിടെ വെക്കണ്ട. തൽക്കാലേ ആ റൂമിന്റെ പുറത്ത് വെച്ചേക്ക്. റൂം വൃത്തിയായി കഴിയുമ്പോ പഴയ സ്ഥാനത്ത് തന്നെ എടുത്തു വെച്ചാൽ മതി. കൊണ്ടോ കൊണ്ടോ കൊണ്ടോ. ജാസ്മിന്റെ മുഖത്ത് നല്ല പേടി കാണുന്നുണ്ട്. ഈ ബൊക്കകൾ
കുഴപ്പമാണെന്ന് ഉറപ്പായി. കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്? കൊണ്ടുപോയിക്കോ നീ. അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രേമ സമ്മാനം പൂക്കള് തന്നെയല്ലേ? പാർവതി ഇതെങ്ങോട്ടാ? അത് ഞാൻ അല്ല, കയ്യില് ബൊക്കെയൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും പാർവതിയെ കണ്ടാലേ ഏതെങ്കിലും സ്വീകരണം കഴിഞ്ഞ് വരുന്ന പോലെയാ തോന്നുന്നത്. അങ്ങനെ കരുതിയാലും തെറ്റൊന്നുമില്ല. സ്വീകരണം കഴിഞ്ഞ് തന്നെ ഞാൻ വരുന്നത്. അമ്മയുടെയും അങ്കിളിന്റെയും മക. പാർവതി സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോ. ഇനി പഴയതുപോലെ ആയി ശരിയാവില്ല വിപിൻ. മാറാമെന്ന് വിചാരിച്ചു, ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ വിജയിക്കുമെന്ന് അറിയില്ല. പാർവതി മനസ്സ് വെച്ചാലേ ആ സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയും. അല്ല, പാർവതി എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. അത് ഒരാളെ കാണാൻ. ഞാൻ പോയിക്കോട്ടെ. ഏയ് നിക്ക്, നടക്കണ്ട, ഞാൻ കൊണ്ടുവിടാം. കേറ്. വേണ്ട, ഇതിവിടെ അടുത്താ, നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. എന്നാലും കേറ്. അത് പിന്നെ വിപിന് ബുദ്ധിമുട്ടാവില്ലേ? കയറ് പാർവതി. ഞാൻ എങ്ങോട്ട് പോവാണെന്ന് അറിയാൻ വേണ്ടി എന്റെ പുറകെ വരികയാണെന്ന് തോന്നുന്നു. അയാൾ അറിയാൻ പാടില്ല, ഒരു കാരണവശാലും അയാൾ അറിയാൻ പാടില്ല. പാർവതി കേറ്. നാശം. ഇവളുടെ ഈ ചിരി കണ്ടില്ലേ? ഏട്ടനടുത്ത് നിൽക്കുന്നതിന്റെ സന്തോഷം അവക്ക്. ഈ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് വീണ് ചില്ലുപൊട്ടും. കാറ്റിൽ വീഴുന്നതെന്ന് കരുതി ആ ചുമരിലും അപ്പുറത്തെ ചുമരിലും എല്ലാം ഞാൻ മാറി വെച്ച് നോക്കി. കാറ്റില്ലെങ്കിലും വീഴും. 7 തവണ ഞാൻ ഇതിന്റെ ചില്ല് മാറ്റി. മരിച്ചുപോയ ശരീരം മാത്രമേ ഇല്ലാണ്ടാവുന്നുള്ളൂ സർ. ആത്മാവ് ബാക്കിയാവും. ആത്മാവിന് സങ്കടം വരുമ്പോഴാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്റെ അനിയത്തിക്ക് സങ്കടം വരാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? നമ്മള് ഈ പൂവിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? അത് തന്നെയായിരിക്കും ചിലപ്പോ ജയെ വിഷമിപ്പിച്ചത്. ഇവളിപ്പോഴും ഇവിടെ ഉണ്ടെന്നാണോ പാർവതി പറയുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിൽ കൊടുക്കണ്ട സർ. വിട്ടുപോയവരെ മറക്കാൻ കഴിയണം. കൂടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയ ഓർമ്മകൾ വലിയ ബാധ്യതയാവും. ചില്ല് മാറ്റിയിട്ട് ഞാൻ ഇനി വരുമ്പോ കൊണ്ടുവരാം. പെട്ടെന്ന് വേണേ. ഉറങ്ങാൻ പോകുമ്പോഴേ ഇവളോട് ഗുഡ് നൈറ്റ് പറയുന്നതാ എന്റെ ശീലം. ഞായറാഴ്ച വരെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാം. എന്തെങ്കിലും വിശേഷമുണ്ടോ? ചെറിയൊരു വിശേഷം. എന്റെ ഭർത്താവിന്റെ വിവാഹം ഞായറാഴ്ച. നീ എന്താ പറഞ്ഞത്? സത്യമാണ് സർ. ഈ ഞായറാഴ്ച വിശാൽ സാറിന്റെ വിവാഹമാണ്. ഒരു പാതിരാത്രി മഴയത്ത് നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കിയോട്ടോനല്ലേ? മറ്റൊരു വിവാഹം കഴിക്കാൻ വിശാൽ എന്താ ഇത്രയും വൈകിയെന്നേ എനിക്ക് അത്ഭുതമുള്ളൂ. നിയമപരമായി നിങ്ങൾ ബന്ധം പിരിഞ്ഞു.
ഇല്ല അല്ലേ? പാർവതി ഒരു പരാതി എഴുത്താം, ബാക്കി കാര്യം ഞാൻ ഏറ്റു. വേണ്ട സർ, വിശാൽ സാറിന്റെ വിവാഹം നടക്കണം. അത് എന്റെയും കൂടി ആഗ്രഹം. കണ്ടില്ലേ, അമ്മ ചോദിച്ചിട്ട് ഇവളൊന്നും മിണ്ടുന്നില്ല. ഇതിലെന്തോ കള്ളത്തരം ഉണ്ടെന്ന് അമ്മയ്ക്കും തോന്നുന്നില്ലേ? പാർവതി, ആശുപത്രി കിടക്കുന്ന ബന്ധുവിനെ കാണാൻ പോയതാണെന്ന് പറയാൻ പാർവതി എന്തിനാ പേടിക്കുന്നത്? ആശുപത്രി കിടക്കുന്ന ബന്ധുവിനെ കാണാൻ പോയതാണോ? അതെ ചമേ. ഉദയന്നൂരിൽ നിന്ന് പാർവതിയുടെ മുത്തച്ഛന്റെ കോൾ ഉണ്ടായിരുന്നു. എന്റെ ഫോണിലേക്കാ വന്നത്. വെൽകെയർ ഹോസ്പിറ്റലില് ഒരു ബന്ധു കിടപ്പുണ്ടെന്നും പാർവതിയോട് ഒന്ന് പോയി കാണണമെന്നും പറഞ്ഞിരുന്നു. പാർവതിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും പരിചയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൂടെ പോയതാ. നിന്റെ കൂടെയാണോ പാർവതി വന്നത്? അതിനാണോ ഇവളിങ്ങനെ ചന്ദ്രഹാസം ഇളക്കുന്നത്? ആശുപത്രിയിൽ കിടക്കുന്ന ബന്ധു. അമ്മ ഇവൻ കള്ളം പറയുന്നതാ. ബന്ധുവിനെ കാണാൻ പോയതാണെങ്കിൽ ഇവളത് പറയില്ലേ? പറയാതെ പോയതിന് അമ്മ വഴക്ക് പറയുന്ന പേടിച്ചിട്ടാ. തൊട്ടേനും പിടിച്ചതിനൊക്കെ പാർവതിയുടെ മെക്കിട്ട് കയറുന്നതാണല്ലോ അമ്മയുടെ ഹോബി. പ്രഭാവതി, നിന്റെ ഈ സ്വഭാവം നല്ലതല്ല. ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് പ്രണയത്തെ കുറിച്ച് സംസാരിച്ചാലോ? പ്രണയ വിവാഹം ഒരു പുതുമയില്ലാത്ത വിഷയമാണ്. പക്ഷേ വിവാഹാനന്തര പ്രണയം സാധ്യമാണോ അല്ലേ എന്നുള്ളത് നല്ലൊരു വിഷയമല്ലേ? അതുകൊണ്ട് നമുക്കിന്ന് വിവാഹത്തിന് ശേഷം പ്രണയം എന്ന വിഷയത്തില് ചിലര് പരിചയപ്പെട്ടാലോ? നിങ്ങളത് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. വിവാഹശേഷം പ്രണയിക്കുന്നത് തന്റെ ഇണയെ തന്നെയാണ് കേട്ടോ. വാ, ഇത് വിനയ്, ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ HRD മാനേജറാണ്. വിവാഹശേഷം പ്രണയം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സർ, താങ്കൾ വിവാഹിതനാണല്ലോ. താങ്കൾ താങ്കളുടെ ഭാര്യയെ പ്രണയിക്കുന്നുണ്ടോ? പ്രണയിക്കാൻ പറ്റിയ സാധനം. നിന്നെ കെട്ടിയതിനു ശേഷം പെണ്ണെന്നൊരു വർഗത്തെ തന്നെ ഞാൻ വെറുത്തുപോയി. ഇപ്പൊ എന്റെ മനസ്സിലെ പ്രണയമില്ല, ഒരു തേങ്ങയില്ല. ഹലോ ഗൈസ്, വിവാഹാനന്തര പ്രണയം സാധ്യമല്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എല്ലാവർക്കും ആ അഭിപ്രായം ആയിരിക്കണമെന്നില്ലല്ലോ. നമുക്ക് മറ്റു ചിലരെ കൂടി പരിചയപ്പെടാം. കമോൺ. നീ പറഞ്ഞതെല്ലാം അച്ചട്ടായി. എനിക്കെന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുമെന്ന് നീ പറഞ്ഞില്ലേ? അത് സത്യാവാൻ പോവാ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു കൊടുക്കേണ്ട നേരം അടുത്തുകൊണ്ടിരിക്കുക. ഇനിയുള്ള എന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല ജയ. ഈ വീട്ടിലെ അടുക്കളക്കാരിയായി തുടരാൻ ജാസ്മിൻ എന്നെ അനുവദിക്കുമോ? എനിക്കറിയില്ല. ഒരുപക്ഷെ നിനക്കറിയുമായിരിക്കും. സ്വർഗത്തിലിരുന്നോണ്ട് എല്ലാം മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ടാവുമല്ലോ നിനക്ക്. നിനക്കറിയുമെങ്കിൽ എന്നോട് പറയൊന്നും വേണ്ട കേട്ടോ. നേരത്തെ വിശാൽ സാറ് എന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് സരളേച്ചി പറഞ്ഞല്ലോ. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ എന്തായി? ക്ഷണിക്കാനുള്ളവരൊക്കെ ക്ഷണിച്ചോ? എന്റെ വിവാഹം നീ മുന്നിട്ടിറങ്ങി നടത്തി തരുമെന്നല്ലേ നീ വാക്ക് തന്നത്? ആ സ്ഥിതിക്ക് മണ്ഡപം ബുക്ക് ചെയ്യലും ആൾക്കാരെ ക്ഷണിക്കലും ഒക്കെ നിന്റെ ഉത്തരവാദിത്വത്തിലായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി? CI അരവിന്ദിനെ ക്ഷണിക്കാൻ നീ മറക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അയാളെ ക്ഷണിക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. കാരണം എന്റെ വിവാഹ സദ്യ അയാൾക്ക് ദഹിക്കില്ല. വിശാൽ സാറിന് എന്നോട് പ്രധാനപ്പെട്ട എന്തോ പറയാനുണ്ട്. അതിന് ഒരു മുഖവരിയുടെ ആവശ്യമില്ല സർ. അരവിന്ദന്റെ
കോൾ ഉണ്ടായിരുന്നു. എന്നെ അറിയിക്കാതെ നീ അയാളെ കാണാൻ പോയത് എന്തിനാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്നോട് പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ നിന്റെ മനസ്സിലുണ്ടാവും. അത് അയാളെ അറിയിക്കാൻ പോയതായിരിക്കും നീ. അയാള് നിനക്കൊരു ഏട്ടനെ പോലെയാണല്ലോ. അയാളൊരു പോലീസ് ഓഫീസറുമാണ്. എന്നോട് തുറന്നു പറയാൻ നിനക്ക് മടിയുള്ള സ്ഥിതിക്ക് ക്ഷേത്രത്തില് വലിയ നടവരവൊന്നുമില്ല. പുതിയന്നൂരമ്മ ഇരുട്ടിലാക്കാൻ മനസ്സ് വരാത്തതുകൊണ്ട് അടിച്ചു തളിച്ച് വിളക്ക് തെളിക്കുന്നു മാത്രം. പിന്നെ അംബിക അച്ചാറുണ്ടാക്കി ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കും. കിട്ടുന്നത് കൊണ്ട് തട്ടിയും മുട്ടിയും ഒക്കെ കഴിഞ്ഞുകൂടുന്ന ഒരു കുടുംബമായത്. തിരുമേനി പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായി. സ്ത്രീധനമായിട്ട് ഞങ്ങൾ ഒന്നും ചോദിക്കില്ല. തിരുമേനിയുടെ കൊച്ചുമോളെ ഞങ്ങളുടെ മോന് കൈപിടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇവിടുത്തെ എവിടെ പോയി കിടക്കുന്നതോ? കിടക്കപ്പായി എണീറ്റ് ഒറ്റ പോക്ക. കുട്ടി എവിടെ? ക്ഷേത്രത്തിൽ പോയിരിക്ക. ഓ, അടിച്ചു തളിക്കാനും തിടപ്പള്ളിയിലൊക്കെ അച്ഛനെ സഹായിക്കുന്നതോ അവിടെ? വേഗം പോയി ചായ എടുക്ക്. എനിക്ക് ചായ ഒന്നും വേണ്ട. സുരഭിയുടെ വീട്ടിൽ നിന്ന് ഞാൻ പാലപ്പവും ചായയും കഴിച്ചു. നിനക്കല്ല, പിന്നെ നിന്നെ കാണാൻ വന്നതാ. എന്നെ പെണ്ണ് കാണാൻ വന്നതാണോ? സർക്കാർ ജോലിയാ, സ്ത്രീധനൊന്നും വേണ്ട. വേഗം പോയി കൈ മോവൊക്കെ കഴുകു. ഞാൻ ചായയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എടുത്തോണ്ട് വാ ഇങ്ങോട്ട്. ചെല്ല്. കുറച്ച് കൃഷിയുണ്ട്. ചെറുമാവ് അമ്പലത്തിനടുത്ത് 4 മുറി കടയുണ്ട്. വാടകയ്ക്ക് കൊടുത്തിരിക്കുക. പിന്നെ താമസത്തിനൊരു വീടും ചുറ്റും 1.5 ഏക്കർ സ്ഥലവും ഉണ്ട്. അങ്ങോട്ട് കൊടുക്ക്. അങ്ങോട്ട് കൊടുക്കുപോലെ അവിടെ എന്താ പേര്? അഭിഷേക്. സർക്കാർ ജോലിയല്ലേ? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റില. ശമ്പളം എന്ത് കിട്ടും? നീ പാർവതി ദേവിയോ അല്ല. 2 മനുഷ്യന്മാര് മാത്രമാണ് നമ്മള്. നിനക്ക് എന്നോട് ഭക്തി തോന്നുന്നതിൽ ഒരർത്ഥമില്ല. ഇഷ്ടമോ ഇഷ്ടക്കേടോ തോന്നാം. എന്നെ വിട്, എനിക്ക് പോണം. എവിടേക്ക്? എവിടേക്കാ നിനക്ക് പോകേണ്ടത്? എന്റെ ഈ കൈ വിടിവിച്ച് നിനക്ക് എങ്ങോട്ടാ ഓടിപ്പോകേണ്ടത്? നിനക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു സ്ഥലം നീ എനിക്ക് പറഞ്ഞു തന്ന നിന്നെ ഞാൻ പോകാൻ അനുവദിക്കാം. ഇനിയും ചില ചോദ്യങ്ങളും കൂടിയുണ്ട് എനിക്ക് നിന്നോട് ചോദിക്കാൻ. അലങ്കരിച്ച ഒരു കതിർ മണ്ഡപം, വരന്റെ വേഷത്തിൽ ഞാൻ, എന്റെ തൊട്ടടുത്ത് നവവധുവായി അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്ന ജാസ്മിൻ. ആ കാഴ്ച നിനക്ക് സന്തോഷത്തോടെ കണ്ടു നിൽക്കാൻ കഴിയോ? എന്റെ റൂം മണിയറയായി അലങ്കരിച്ചിട്ടുണ്ടാവും. കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി എന്റെ അരികിലേക്ക് വരുന്ന ജാസ്മിൻ.